ഈസ്റ്റർ സ്പെഷ്യലായിട്ട് നമ്മൾ ഇന്ന് വട്ടയപ്പവും താറാവ് കറിയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് പച്ചരി 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമുക്ക് പച്ചരി വെള്ളം വാർന്ന് മിക്സിയിലേക്ക് ഇടാം. ഇതിലേക്ക് 1 കപ്പ് തേങ്ങയും കൂടെ ഇടാം. ആദ്യം നമുക്കിത് വെള്ളം ചേർക്കാതെ അരയ്ക്കാം. ഇതിലേക്ക് നമുക്കിനി 1/2 കപ്പ് വെള്ളം ചേർത്ത് അരയ്ക്കാം. അരി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കിനി 1/2 കപ്പ് ചോറും 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് അരയ്ക്കാം. അരിയും ചോറും തേങ്ങയും എല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് മാവൊന്ന് ഇളക്കി വെക്കാം. മാവ് നമുക്ക് മാറ്റി വെക്കാം. 6-7 മണിക്കൂറിന് ശേഷം അപ്പം ഉണ്ടാക്കിയെടുക്കാം. താറാവ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ താറാവ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. 1/2 കിലോ ചുവന്നുള്ളി തൊലി കളഞ്ഞ് 2ആയിട്ടൊന്ന് കീറി എടുത്തിട്ടുണ്ട്. അതിടാം. ഇതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി, 6-7 വറ്റൽമുളക്, 1 ടേബിൾ സ്പൂൺ മല്ലി, 1/4 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ടേബിൾ സ്പൂൺ തേങ്ങാ ചിരകിയതും കൂടെ ഇടാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയും മുളകും ഒക്കെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുക്കുമ്പോൾ നമുക്ക് മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം. നമുക്കിത് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാം. സ്റ്റൗവിലൊരു ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതിടാം. 2 പച്ചമുളക് കീറിയത്, 1 ചെറിയ സവാള അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ഇടാം.
നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ പാകത്തിന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു ചെറിയ തക്കാളി അരിഞ്ഞത്, കുറച്ച് ഉപ്പ് ചേർക്കാം. എല്ലാം കൂടെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഡക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. നമുക്കിനി ഇത് ചെറിയ തീയിൽ 10 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം. നമ്മളിത് 10 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ചെറിയ ഉള്ളി എല്ലാം കൂടെ വഴറ്റി അരച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതെല്ലാം കൂടെ ഒന്ന് കലക്കി ചേർക്കാം. ഇതൊന്നുകൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം. നമുക്കിത് വീണ്ടും അടച്ചു വെക്കാം. നമുക്കിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും അടച്ചു വെക്കാം.
ഡക്ക് നമ്മൾ വേവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇതിലേക്ക് ഒരു നുള്ളു കുരുമുളക് പൊടി ഇടാം. കുറച്ച് കറിവേപ്പില. നന്നായിട്ട് ഇളക്കിയെടുക്കാം. താറാവ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാം. മാവിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമ്മളിതിൽ മധുരം ചേർക്കുന്നില്ല. കറിയുടെ കൂടെ കൂട്ടി കഴിക്കാനായതുകൊണ്ട് മധുരം ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. സ്റ്റീമറിൽ വെള്ളം വെച്ച് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് നെയ്മയും പുരട്ടിയിട്ട് കുറേശ്ശെ മാവ് ഒഴിച്ച് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഇഡ്ഡലി തട്ട് സ്റ്റീമറിലേക്ക് മാറ്റാം. ഇനി ഇത് അടച്ചു വെച്ച് 15 മുതൽ 20 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. വട്ടയപ്പം വെന്തിട്ടുണ്ട്. നമുക്കിത് സ്റ്റീമറിൽ നിന്ന് എടുക്കാം. ഇത് തണുത്തതിന് ശേഷം ഇളക്കിയെടുക്കാം. അപ്പം നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ വട്ടയപ്പവും താറാവ് കറിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം.